ഞാൻ ഏത് ടോപ്പിക്കിനെ പറ്റി റിസർച്ച് ചെയ്താലും പഠിച്ചാലും ഞാൻ ഏറ്റവും ആദ്യം നോക്കുന്നൊരു കാര്യം ഉം, എങ്ങനെയാണ് ഒരു സംഭവം ഇപ്പോഴും റെലവൻറ്റ്. ഇപ്പം നമ്മൾ ഏൻഷ്യൻറ്റ് വിസ്റ്റം എന്നൊക്കെ പറയുമ്പം പഴയ കാലത്തുണ്ടായിരുന്ന ആചാരങ്ങളും പഴയ കാലത്ത് നമുക്ക് എഴുതി തന്ന കുറേ കാര്യങ്ങൾ അത് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആം, ചില കാര്യങ്ങളൊക്കെ ജസ്റ്റ് മിത്ത് ഇല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷൻ ആയിരിക്കും, പക്ഷെ ചില കാര്യങ്ങൾക്ക് സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ടാവും. അപ്പം ഇന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ എടുത്തത്, പൊരുത്തം. ഇതിനെപ്പറ്റി എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്തിനാണ് നമ്മൾ ഈ പൊരുത്തം നോക്കുന്നതും ഇല്ലെങ്കിൽ എന്താണ് പൊരുത്തമെന്ന്. അപ്പം ഇന്ന് ഇതിനെ പറ്റി മാക്സിമം ഇൻഫർമേഷൻ തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റാണ്. ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇമാജിൻ, രണ്ടാൾക്കാർ ഭയങ്കര ഇഷ്ടത്തിലാണ്. അവർക്ക് ലൈഫ് ഒരുമിച്ച് കൊണ്ടുപോകണം, അവർക്ക് കല്യാണം കഴിക്കണം, ഒരുപാട് ഡ്രീംസ് ഉണ്ട്, ആംബിഷൻസ് ഉണ്ട്. ആം, അപ്പം അവർ വീട്ടിൽ പോയി പേരൻസിനോട് പറയുമ്പം ലെറ്റ് സേ സെയിം കാസ്റ്റ് ആണ്, സെയിം സബ് കാസ്റ്റ് ആണ്. അപ്പം പേരൻസിന് ഇൻ ജനറൽ അവരെ പറ്റി പറയുമ്പം ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഐ വുഡ് സേ നാട്ടിൽ, എസ്പെഷ്യലി കേരളത്തിൽ അല്ലെങ്കിൽ മലയാളീസിന് ജാതകം നോക്കുക എന്ന് പറയുമ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അപ്പം ഈ രണ്ടുപേരുടെയും ജാതകം മാച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പം ജ്യോത്സ്യൻ രണ്ടുപേരുടെയും ബർത്ത് ചാർട്ട് വെച്ച് നോക്കുകയാണ്, പൊരുത്തം നോക്കിയിട്ട് പറയുവാണ്, ഇതിൽ 10 4 പൊരുത്തേ ഉള്ളൂ. അപ്പം അത് കേൾക്കുമ്പം ഉടനെ ഈ കപ്പിളും ഈ പേരൻസ് ഒക്കെ ഭയങ്കരമായിട്ട് പാനിക് ആവുകയാണ് ചെയ്യുന്നത്. 10 4 പൊരുത്തമേ ഉള്ളൂ, 5 പൊരുത്തം പോലും ഇല്ല, ഹാഫ് കമ്പാറ്റബിലിറ്റി പോലും ഇല്ല എന്നാണ് അവർ നോക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ഇനി ഈ കല്യാണം വേണ്ടേ, ചെയ്ത് കഴിഞ്ഞാൽ ദോഷമാണോ എന്നുള്ളൊരു സംസാരമാണ്. പക്ഷെ ശരിക്കും ആ 10 4 പൊരുത്തം ഏതാണ് മാച്ച് ആയെന്ന് പോലും ആരും നോക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഈ പൊരുത്തം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഉള്ളൊരു നെസസിറ്റി വരുന്നത്. പഴയ കാലത്തൊക്കെ ഇപ്പം ഉള്ള പോലെ ആൾക്കാരിപ്പം ഒരു മെയിലും ഫീമെയിലും ഒരു പെണ്ണും ആണുമൊന്നും ഫോണിൽ സംസാരിക്കുകയോ ഇല്ലെങ്കിൽ കണ്ടുമുട്ടി സംസാരിക്കുകയോ ഒരു കോഫി ഡേറ്റിന് പോവുകയോ ഒരു ഡിന്നർ ഡേറ്റിന് പോവുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലേ? അപ്പം രണ്ടുപേരുടെ കല്യാണത്തിൻ്റെ സമയത്താണ് ചില ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അവർ ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ലീവ് അബൌട്ട് ടോക്കിംഗ്. അപ്പം ആ ഒരു സമയത്ത് രണ്ടാൾക്കാർ ഒരു രീതിയിലെയും ഒരു കോമൺ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രണ്ടാൾക്കാരെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ ഫാമിലീസിന് ഒരു സ്ട്രെസ് ഉണ്ട്, ഒരു ടെൻഷൻ ഉണ്ട്. അപ്പം അവർ നോക്കുന്ന ഒരു കമ്പാറ്റബിലിറ്റി ടെസ്റ്റ് ഇല്ലെങ്കിൽ ഒരു അസസ്മെൻ്റ് ആയിരുന്നു പൊരുത്തം. ബിക്കോസ് ആ സമയത്ത് ഇപ്പം പെണ്ണിനോട് ചെക്കനോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഇപ്പോഴത്തെ കാലത്തുള്ള പോലത്തെ കമ്പാറ്റബിലിറ്റി ടെസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കൗൺസിലിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അവർക്കറിയുന്നത് ഈ രണ്ടാൾക്കാർ ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുവോ, അതല്ല ഒരുപാട് പ്രശ്നങ്ങൾ വരുമോ, ഫൈനാൻഷ്യലി ഇവർക്ക് രണ്ടുപേർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ, ഫാമിലി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ. പിന്നെ ചില ആൾക്കാർക്ക് ജോയിൻറ്റ് ഫാമിലി വേണം, അപ്പോൾ ജോയിൻറ്റ് ഫാമിലിയിൽ താമസിക്കാൻ താല്പര്യമുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. അതായത് നമുക്ക് ഒന്നോ രണ്ടോ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനെയൊക്കെ കാറ്റഗറൈസ് ചെയ്തേക്കുവാണ് പൊരുത്തം. അപ്പം ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഒരു ലെവൽ ഡീറ്റെയിൽ നോക്കിയപ്പോഴാണ് പൊരുത്തം 10 പൊരുത്താണുള്ളത് ശരിക്കും. അപ്പം ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നു, എൻ്റെ കല്യാണ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെയും പൊരുത്തം നോക്കിയപ്പം 10 6 പൊരുത്തം ഉണ്ടെന്നാണ് പറഞ്ഞത്. വിച്ച് മീൻസ് കൺസിഡർ ചെയ്യാം എന്നാണ്. അപ്പം എന്ത് പൊരുത്തങ്ങളാണ് മാച്ച് ആയെന്നോ എന്താണ് മാച്ച് ആവാത്തത് ഉണ്ടായിരുന്നതെന്നൊന്നും എനിക്കറിയില്ല. മേ ബി ഇപ്പം എനിക്ക് കുറച്ചൊക്കെ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ബട്ട് അങ്ങനെ 10 പൊരുത്താണുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെ പൊരുത്താണ് ദിനപ്പൊരുത്തം. ദിനപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ എവ്രി ഡേ ഹാർമണി. അതായത് ഡെയിലി ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുമ്പം ഒരു കപ്പിൾ, ഒരു ആണും പെണ്ണും ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് എത്രയൊക്കെ സ്ട്രെസ്സ് അനുഭവിക്കേണ്ടി വരും അവർ ഒരുമിച്ചാണെങ്കിൽ.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഒരാൾ രാവിലെ വെളുപ്പിന് 5 മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ പാർട്ട്ണർ ലെറ്റ്സ് സേ ജോലിയൊക്കെ കഴിഞ്ഞ് വർക്കൊക്കെ കഴിഞ്ഞ് ഇല്ലെങ്കിൽ ടി വി ഒക്കെ കണ്ട് 2 മണിക്ക് ഉറങ്ങുന്ന ആളായിരിക്കും. അപ്പം അവിടെ തന്നെ ഒരാൾ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന സമയം കുറവാണ് അല്ലേ? ഒരാൾ എണീക്കുമ്പോഴാണ് മറ്റാൾ ഉറങ്ങാൻ പോകുന്നത്. അപ്പം ചെറിയ ചെറിയ കാര്യമാണ്, പക്ഷേ അത് ഡെയിലി ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യും. അതിനു വേണ്ടിയാണ് നമ്മൾ ദിനപ്പൊരുത്തം നോക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇപ്പം നമുക്ക് ദിനപ്പൊരുത്തം എന്താണെന്ന് അറിയാം. അപ്പം നമ്മൾ ജോത്സ്യൻ്റെ അടുത്ത് പോകുന്നതിനെക്കാട്ടും മുന്നേ തന്നെ ഇപ്പം രണ്ടാൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെങ്കിൽ ദിനപ്പൊരുത്തം ജസ്റ്റ് ഇൻ ജനറൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പം നമുക്കറിയാം ഒരാൾ എത്ര സമയത്താണ് എണീക്കുന്നത്, എത്ര സമയത്താണ് കിടക്കണേന്ന് അറിയുമ്പോൾ തന്നെ ആ ഒരു ദിനപ്പൊരുത്തൻ്റെ ചെക്ക് ബോക്സ് ടിക്കാണോ ക്രോസ് ആണോ എന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ പൊരുത്താണ് ഗണപൊരുത്തം. അപ്പം നമ്മുടെ എല്ലാവരുടെയും ജാതകം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഓരോ ആൾക്കാരുടെ ബിഹേവിയർ അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ച് അവരെ 3 ഗണത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഗണമാണ് ദേവഗണം. ദേവഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ, ജെൻറ്റിൽ, പാവം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. രണ്ടാമത്തെയാണ് മനുഷ്യഗണം. മനുഷ്യഗണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബാലൻസ്ഡ് ആൾക്കാരാണ്. ഒരുപാട് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളോ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ് മനുഷ്യഗണം. പിന്നെ മൂന്നാമത്തെ ഗണമാണ് അസുരഗണം. പേരിൽ തന്നെ ഉണ്ട്, അസുരൻ്റെ ഒരു ട്രേറ്റ് ആണ്. അതായത് അവർ ചീത്തയാണെന്നല്ല, അവർ ഭയങ്കര എംബിഷ്യസ് ആയിരിക്കാം, അവർ കുറച്ചുകൂടി വോക്കലായിരിക്കാം, ഒരുപാട് അഭിപ്രായങ്ങളുള്ള കൂട്ടത്തിലായിരിക്കാം, കുറേ കൂടി ഡോമിനൻ്റ് ആയിരിക്കാം. അപ്പം രണ്ടാൾക്കാരുടെ ഈ സ്വഭാവം വെച്ചിട്ട് തന്നെ അവർക്ക് മനസ്സിലാവും ഏത് ഗണത്തിലാണ് അവരെന്ന്. അപ്പം ഈ ഗണപൊരുത്തം മാച്ച് ആവുന്നുണ്ടോ എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. സോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ 10ൽ 6 പൊരുത്തം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ 10ൽ 6 പൊരുത്തമായിരുന്നു. അപ്പോൾ അതിൽ മാച്ച് ആവാത്ത 4 പൊരുത്തത്തിൽ 100% ഇതൊരു പൊരുത്തമായിരിക്കും. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് ഐ തിങ്ക് മനുഷ്യഗണമാണ്, അത് ദേവഗണമാണെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ അസുരഗണമാണ്. അപ്പം അവിടെ എന്തായാലും കമ്പാറ്റബിലിറ്റി ഫെയിൽ ആയിട്ടുണ്ട്. അത് നമുക്ക് ഡെയിലി ലൈഫിൽ കാണാനും പറ്റും. സോ അത് എത്രത്തോളം മാറ്റർ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. പക്ഷേ ഇറ്റ് ഫീൽസ് ലൈക്ക് ഇപ്പം ഗണപൊരുത്തം മാച്ച് ആയില്ലെങ്കിലും കുറേയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ പൊരുത്തമായിരുന്നു മഹീന്ദ്രഗണം. മഹീന്ദ്രഗണം എന്ന് പറയുമ്പം ശരിക്കും ഫാമിലി എക്സ്പാൻഷനും അല്ലെങ്കിൽ ഗ്രോത്ത് ആണ് പറയുന്നത്. അതായത് 2 ആൾക്കാർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ അവരുടേതായ കാര്യങ്ങൾ മാത്രം ഇൻഡിവിജ്വലി അവരുടേതായ കാര്യം മാത്രമാണോ ശ്രദ്ധിക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത്, അതോ ഇൻ ജനറൽ ഫാമിലിനെ നോക്കുമോ, പിള്ളേരുണ്ടാവുമോ, അതിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഫാമിലി കുറച്ചുകൂടി സ്റ്റേബിളാണ്. അപ്പം അതും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് കപ്പിൾസിന് ഇപ്പം കല്യാണത്തിന് മുന്നേ ഒക്കെ സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇഫ് ദേ വോണ്ട് ടു ഹാവ് കിഡ്സ്, ഇല്ലെങ്കിൽ ഇപ്പോൾ ജോയിൻറ്റ് ഫാമിലിയുടെ കൂടെ താമസിക്കണോ, ഇല്ലെങ്കിൽ ഫാമിലിയെ നോക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ വരുമല്ലോ. അപ്പം ആ ഒരു പൊരുത്തം നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് മനസ്സിലാവും. ദിനപൊരുത്തം, ഗണപൊരുത്തം, മഹീന്ദ്രപൊരുത്തം. 4ാമത്തെ പൊരുത്തമാണ് രാശിപ്പൊരുത്തം. അതായത് ഇമോഷൻസിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷനാണ്. അതായത് ചില കപ്പിൾസ് ഭയങ്കരമായിട്ട് വോക്കലായിരിക്കും. അതായത് നമുക്കിപ്പം ഒരു വിഷമം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും ഒരാൾക്ക്. പക്ഷേ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ ഒരു രീതിയിലും താല്പര്യം ഉണ്ടാവില്ല, സൈലൻസ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പം അവിടെ തന്നെ ഒരു ക്ലാഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഇമോഷൻസ് ആ ഒരു വേവ് ലെങ്ത് മാച്ച് ആയില്ലെങ്കിൽ എപ്പോഴും ഒരു ഗ്യാപ്പ് തോന്നും. പക്ഷെ ചില ആൾക്കാർക്ക് ദാറ്റ് ഈസ് ഓക്കെ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഡിസ്കഷൻ വരുമ്പം ഒരാൾ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം വരുമ്പം ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ റീഅഷ്വറൻസ് കൊടുക്കുന്നുണ്ട് എല്ലാം ശരിയാവുമെന്ന്. പക്ഷേ മറ്റേ പെട്ടെന്ന് ലൈക്ക് ആ സ്ഥലം വിട്ടു, അതായത് അവിടെ ആബ്സെൻ്റ് ആയി. അപ്പം ദാറ്റ്സ് നോട്ട് എ ഗുഡ് സൈൻ.
അപ്പം എങ്ങനെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് ഈ രാശി പൊരുത്തം മനസ്സിലാക്കിയിട്ട് അറിയാൻ പറ്റും. ബിക്കോസ് ഇത് ഇന്നും നാളെയും ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യമല്ല, അത് ലോങ് ടേം ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പം ഇങ്ങനത്തെ ആ ഒരു ഇമോഷണലി രണ്ടാൾക്കാർ എങ്ങനെയാണ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പൊരുത്താണ്. അഞ്ചാമത്തെ പൊരുത്താണ് രാജുപൊരുത്തം. ഒരാളുടെ ബർത്ത് ചാർട്ട്, അതായത് ജാതകം നോക്കുമ്പം നമ്മൾ ജനിച്ച സമയത്തെ ആ നക്ഷത്രം എന്താണെന്ന് മനസ്സിലാവും. അപ്പം ശരിക്കും മലയാളം ആസ്ട്രോളജിയിൽ 27 നക്ഷത്രമാണുള്ളത്. അപ്പം ശരിക്കും നമ്മുടെ 5 രജു ഗ്രൂപ്പ്സ് ആണുള്ളത്. അതായത് ഓരോ നക്ഷത്രത്തിന് ഒരു സ്പെസിഫിക് രജു ഉണ്ടാവും. അത് അഗൈൻ ഒരു ആളുടെ ക്യാരക്ടറിസ്റ്റിക്കിനെ ഡിഫൈൻ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇപ്പം 5 രജുഗുണം എന്ന് പറയുമ്പം ആദ്യത്തെയാണ് പാദ രജു. ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾ, ഇല്ലെങ്കിൽ ഒരുപാട് ഒരു സ്ഥലത്ത് നിൽക്കാത്ത ഒരു ആൾ, എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ജേർണിയിലായിരിക്കും. അങ്ങനത്തെ ആൾക്കാരെയാണ് രജു പാദ രജുവിൽ ഇടുന്നത്. അപ്പം അതിലുള്ള നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അശ്വിനി, അശ്ലേഷ, മക, ജ്യേഷ്ഠ, മൂല, രേവതി. പിന്നെ രണ്ടാമത്തെ രജു ആയിരുന്നു നമ്മുടെ കത്തി, അതായത് വേസ്റ്റ്. അപ്പം ആ രജുവിലുള്ള ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആള് ഭയങ്കര മെറ്റീരിയലി സ്റ്റേബിൾ ആയിരിക്കും, ഫാമിലീനെ സപ്പോർട്ട് ചെയ്യും, വെൽത്തി ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് രജു ആണ് നമ്മുടെ നാഭി രജു, അതായത് വയറ്, അബ്ഡോമിൻ. അപ്പം അതിൻ്റെ അർത്ഥം ആ ആ അങ്ങനത്തെ ഒരാൾക്ക് പിള്ളേർ വേണം എന്നുണ്ടാവും, ഫാമിലി ഗ്രോ ചെയ്യണം എന്നുണ്ടാവും. ആ ഒരു കണ്ടിന്യൂവേഷനിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കും. നാലാമത്തെയാണ് കണ്ഠ രജു, അതായത് നെക്ക്. ഇങ്ങനത്തെ ഒരാൾക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ ലൈഫിൽ കുറേ ചാലഞ്ചസ് ഉണ്ടാവാം. കമ്മ്യൂണിക്കേഷൻ ഒരു ചാലഞ്ച് ആയിരിക്കാം. പിന്നെ അഞ്ചാമത്തെ രജു ആണ് ശിര, അതായത് ഒരു ഓവറോൾ ഹാപ്പിനെസ്, ഓവറോൾ പ്രോസ്പെരിറ്റി, ഒരു പ്രൊട്ടക്ഷൻ പോലെ. അപ്പം അയാൾ എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെയായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞ ഇപ്പോൾ രണ്ടാൾക്കാരുടെ നക്ഷത്രം, ബർത്ത് നക്ഷത്രം എന്താണെന്ന് നോക്കിയിട്ട് അതിൽ ഫോൾ ആവുന്ന ഏത് രജുവാണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ രജു പൊരുത്തം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. ബിക്കോസ് ഇത് മാച്ച് ആയില്ലെങ്കിൽ ജാതകം മാച്ച് ആവുന്നില്ല എന്ന് എടുത്തു പറയും. ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ് കേട്ടോ. നമ്മൾ ഒരു നക്ഷത്രത്തിനനുസരിച്ച് ഒരാളുടെ രജു പൊരുത്തം, രജു ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ടാൾക്കാരുടെ സെയിം രജു ആണെങ്കിൽ എപ്പോഴും ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അത് ആസ്ട്രോളജേഴ്സ് പറയും, ജ്യോത്സ്യൻ പറയും ഇത് മാച്ച് ആവുന്നില്ല, ബിക്കോസ് ഇവരുടെ രണ്ടുപേരുടെയും രജു സെയിം ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ആദ്യത്തെ രജു ആയിരുന്നു പാദരജു. രണ്ടാൾക്കാരും എപ്പോഴും ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ ഒരുപാട് കാലം ദൂരെ ഒരു സെപ്പറേഷൻ അനുഭവം ഉണ്ടാവും. അപ്പം ഒരിക്കലും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവില്ല. അപ്പം രണ്ടാൾക്കാർക്കും ജോലി ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ട്രാവൽ, ഇപ്പോൾ സെയിൽസിലെ രണ്ടാൾക്കാരാണ്, അവർ രണ്ടും വേറെ വേറെ കമ്പനിയിലാണ്. അപ്പം ഒരിക്കലും ഒരു സെയിം സ്ഥലത്ത് നിൽക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. വിച്ച് മീൻസ് ആ ഒരു ബോണ്ട്, ആ ഒരു കണക്ഷൻ, ആ ഇമോഷണൽ ഫീലിംഗ് അത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു കമ്പാറ്റബിലിറ്റി ടെസ്റ്റാണ് ഇങ്ങനെ ഈ രജു പൊരുത്തം വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത്. അപ്പം ശരിക്കും 10ൽ 9 പൊരുത്തം മാച്ചായിട്ടും 10ാമത്തെ രജു പൊരുത്തം മാച്ച് ആയില്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യില്ല. അപ്പം 2 പൊരുത്തവും 2 ജാതകവും മാച്ച് ആയില്ല എന്നാണ് പറയുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് രജു പൊരുത്തം. 6ാമത്തെ പൊരുത്തമാണ് സ്ത്രീ ദീർഘ പൊരുത്തം. ഇത് സ്ത്രീകൾക്ക് ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു പൊരുത്തമാണ്. ബിക്കോസ് പണ്ടത്തെ കാലത്തൊന്നും പെണ്ണുങ്ങൾ, അതായത് സ്ത്രീകൾ ജോലിക്ക് പോകാറുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ കരിയർ അല്ലെങ്കിൽ അംബിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഹൗസ് ഹോൾഡ് കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഒരു ഹോം മേക്കർ ആവണ്ടേ എന്നാണ് അവരെ പഠിപ്പിക്കുന്നത്. അപ്പം സിമിലർലി ആണുങ്ങൾക്കും ഫുൾ ഫാമിലിക്ക് വേണ്ടി ഹി ഷുഡ് ബി ദ പ്രൊവൈഡർ, ഫാമിലി നോക്കണം, അത്രയും ഏൺ ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗുമാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീ ദീർഘ പൊരുത്തം നോക്കുന്നത്, ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകളെ, അതായത് ഫീമെയിൽ, ആ പെണ്ണിനെ എത്രത്തോളം
പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഫൈനാൻഷ്യലി ആൻഡ് ഇമോഷണലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് നമ്മൾ പറയുന്നുണ്ട്, ഫെമിനിസം ഉണ്ട്, ഫെമിനിസ്റ്റ് ആണ്, കുറേ ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് പഴയ കാലത്തെ ആ ഒരു ആചാരമാണ് മനസ്സിലാക്കുന്നത്. അപ്പം ആ സമയത്ത് ഈക്വാലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്കുള്ള ഒരു സെറ്റ് ഓഫ് ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു, ഒരു പുരുഷനാണെങ്കിൽ അവർക്ക് സെറ്റ് ഓഫ് ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു. അവർക്ക് കമ്പാരിസൺ ഉണ്ടായിരുന്നില്ല. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് സ്ത്രീ പൊരുത്തം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ശരിക്കും സ്ത്രീകളുടെ നക്ഷത്രം ഇപ്പം നമ്മുടെ 27 നക്ഷത്രം ഏതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ആണുങ്ങളുടെ നക്ഷത്രത്തിലേക്ക് നമ്മൾ കൗണ്ട് ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ അശ്വതി ആണെങ്കിൽ അശ്വതി തൊട്ട് ഇപ്പോൾ പെണ്ണിൻ്റെ നക്ഷത്രം അശ്വതി ആണെങ്കിൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ആണിൻ്റെ നക്ഷത്രം വരെ കൗണ്ട് ചെയ്തെത്തുക. എന്നിട്ട് ആ കൗണ്ട് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ കൗണ്ട് കുഡ് ബി 2, 3, 7, 13, 15, 20 എത്ര വേണമെങ്കിലും ആവാം. പക്ഷത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, 27 നക്ഷത്രമാണെങ്കിൽ അതിൽ 13, അതായത് ഹാഫ് കൗണ്ടിനേക്കാളും കൂടുതൽ വേണം. അതായത് ദ ഡിഫറൻസ് ഷുഡ് ബി മോർ ദാൻ 13. എന്നാൽ മാത്രമേ ആ പുരുഷന് സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹി ഷുഡ് ബി വേ അഹെഡ് ദാൻ ഈ സ്ത്രീ ഇൻ ടേംസ് ഓഫ് മേക്കിംഗ് മണി, ഒരു സ്റ്റേബിലിറ്റി കൊണ്ടുവരാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഒരു കല്യാണം കഴിക്കണം എന്ന് തീരുമാനിച്ച കപ്പിളിന് ഈ പൊരുത്തം അവർക്ക് തന്നെ താൻ ചെക്ക് ചെയ്യാൻ പറ്റും. അവരുടെ നക്ഷത്രങ്ങൾ അറിയുവാണെങ്കിൽ അവിടെ നിന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. അതാണ് നമ്മുടെ വിശ്വാസം. അതിപ്പം എത്രത്തോളം വാലിഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ പഴയ കാലത്തെ പൊരുത്തം വെച്ചിട്ട് നമുക്ക് ജ്യോത്സ്യൻ്റെ അടുത്ത് പോകാണ്ട് തന്നെ നമുക്ക് ഈ പൊരുത്തത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ മോർ ദാൻ 13 ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ 13 ഇല്ലെങ്കിൽ അതിന് കുറവാണെങ്കിൽ ജ്യോത്സ്യൻ പറയും ഈ പൊരുത്തം മാച്ച് ആവുന്നില്ല. 7ാമത്തെ പൊരുത്തമാണ് രാശി പൊരുത്തം. 100% എൻ്റെ ഹസ്ബൻഡിൻ്റെ രാശി പൊരുത്തം മാച്ച് ആയിട്ടുണ്ടാവില്ല. അത് പറയാൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ നക്ഷത്രത്തിന് ഒരേ രാശിയുണ്ട്. ആൻഡ് ആ രാശി വെച്ചിട്ടാണ് ആ ഒരാളുടെ ക്യാരക്ടറിസ്റ്റിക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ ലിയോ, എൻ്റെ ഹസ്ബൻഡ് എക്വേറിയസുമാണ്. അപ്പം ഒരു 2 പേരും ഇമോഷണലി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവിടെയാണ് രാശിപ്പൊരുത്തം മാച്ച് ആവാണ്ടിരിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാൾ ഭയങ്കര പ്രാക്ടിക്കലാണ്, ഇമോഷണലി ഒട്ടും എന്താ പറയുക വീണ് കൊടുക്കാത്ത ടൈപ്പാണ്. ആൻഡ് മറ്റേ ആൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഇൻവെസ്റ്റഡ് ആണ്. ആ ഒരു കേസിൽ രാശിപ്പൊരുത്തം ഒരിക്കലും മാച്ച് ആവില്ല. പക്ഷേ ലെറ്റ്സ് ഇപ്പോൾ 2 ആൾക്കാരും ഭയങ്കര പ്രാക്ടിക്കലി ആലോചിക്കുന്ന കൂട്ടത്തിലാണെങ്കിലോ അവരുടെ രാശിപ്പൊരുത്തം നന്നായിട്ട് മാച്ച് ആവും. അപ്പം ഇതും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കൗണ്ട് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പൊരുത്താണ് രാശിപ്പൊരുത്തം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഡേറ്റിന് പോകുക, ഇല്ലെങ്കിൽ 2 ആൾക്കാർ സംസാരിക്കുമ്പോൾ ചോദിക്കും വാട്ട് കൈൻഡ് ഓഫ് മൂവീസ് ഡു യു ലൈക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൊറർ മൂവി ഇഷ്ടമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റോം കോം ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിന് ഹൊറർ മൂവി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഹൊറർ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പേടിയാണ്. ആൻഡ് എനിക്ക് റോം കോം, കുറച്ച് ഡ്രാമ, അല്ലെങ്കിൽ കുറച്ച് ഫീൽ ഗുഡ് മൂവീസാണ് ഇഷ്ടം. അപ്പം ഞങ്ങളുടെ രാശി പൊരുത്തം ഒട്ടും മാച്ച് ആകുന്നില്ല. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഡസൻറ്റ് മാറ്റർ ബിക്കോസ് 10ൽ 6 പൊരുത്താണ് മാച്ചായത്. അപ്പം നമ്മൾ 2 പൊരുത്തം മറ്റേ ഗണപൊരുത്തവും രാശിപ്പൊരുത്തം എന്തായാലും മാച്ചായിട്ടില്ല. 2ാമത്തെ പൊരുത്താണ് രാശി അധിപതി പൊരുത്തം. അതായത് ഒരു കപ്പിളിൽ ഒരു സ്ത്രീയും പുരുഷനും എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എങ്ങനെ കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അത് ഡിസൈഡ്സ് ഹൗ കമ്പാറ്റബിൾ ദേ ആർ ലോങ് ടേമിൽ. ഇപ്പം ഒരാൾക്ക് ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുവാണെങ്കിൽ മറ്റാളെങ്ങനെ സ്റ്റെപ്പപ്പ് ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒരാൾക്ക് ഭയങ്കര ഫാമിലി ഇഷ്യൂസ് വരുവാണെങ്കിൽ എങ്ങനെ മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് വരുവാണെങ്കിൽ മറ്റാൾ പിന്നെയും എന്താ പറയുക ബഹളം ഉണ്ടാക്കുക, അവോയ്ഡ് ചെയ്യുക, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇനിയും സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവരുടെ രാശി അധിപതി പൊരുത്തം ഒട്ടും മാച്ച് ആവില്ല. 9ാമത്തെ പൊരുത്താണ് വസ്യ പൊരുത്തം. ഇത് പേര് കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും കൺട്രോളാണ് ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ അതല്ല. ഇപ്പോൾ 2 ആൾക്കാർ എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും
ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം ഒരു ഇപ്പം രണ്ടാൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നാണ് ഈ പൊരുത്തം അസസ് ചെയ്യുന്നത്. ചില കേസിൽ രണ്ട് ആൾക്കാരെ കാണുമ്പോൾ, ഒരു കപ്പിളിനെ കാണുമ്പോൾ അവർ സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ ഈ വസ്യപ്പൊരുത്തം എങ്ങനെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരാൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മറ്റൊരാൾ തർക്കുത്തരം പറയുക, ഇല്ലെങ്കിൽ അത് പറയുന്നതിന് എങ്ങനെയെങ്കിലും അതിന് റോങ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പൊരുത്തം മാച്ച് ആയിട്ടില്ല. അതായത് അവർ കമ്പാറ്റബിൾ അല്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റൊരാളെ നെഗറ്റീവ് ആക്കുക അല്ലെങ്കിൽ കൊച്ചാക്കാൻ നോക്കുക ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, വേറൊരു കപ്പിൾ ഒരാൾ സംസാരിച്ച് കഴിഞ്ഞ ഉടനെ മനസ്സിലാക്കി ആ രീതിയിൽ എന്താ പറയുക, അവരുടെ ഒരു അസംഷൻസ് ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കമ്പനി എൻജോയ് ചെയ്തിട്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവരുടെ വസ്യപൊരുത്തം അവരുടെ വസ്യപൊരുത്തം മാച്ച് ആയത്. രണ്ടാമത്തെ പൊരുത്താണ് യോനി പൊരുത്തം. ജസ്റ്റ് തിങ്ക്, ഇപ്പം തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അഗോ ഈ പൊരുത്തത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തായിരുന്നു. ബിക്കോസ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ വെൽത്ത് മാത്രമല്ല ഒരു ഹാപ്പി കപ്പിൾ അല്ലെങ്കിൽ ഹാപ്പി മാരേജിനെ ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പുരുഷനും സ്ത്രീയും എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആണ് എന്നാണ് മേജർ ഫാക്ടർ. പഴയ കാലത്തൊന്നും ഡേറ്റിംഗ് ആപ്പോ ഇല്ലെങ്കിൽ കണ്ടുമുട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് പറ്റിയുള്ള സംസാരമൊന്നും ഉണ്ടാവാറില്ല. ഇതൊക്കെ ഇവൻച്വലി ഫിഗർ ഔട്ട് ചെയ്യുന്ന കാര്യമാണ്. ഫിസിക്കലി എത്രത്തോളം അട്രാക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സിന് വേണ്ടി എത്രത്തോളം ഒരുങ്ങി നടക്കുന്നു, ഇല്ലെങ്കിൽ എത്രത്തോളം വി വോണ്ട് ടു ലുക്ക് ഗുഡ് എന്നുള്ളൊരു കാര്യമാണ് ഈ പൊരുത്തം മാച്ച് ചെയ്യുന്നത്. ഇതായിരുന്നു 10 പൊരുത്തങ്ങൾ. ശരിക്കും എത്രത്തോളം ഇപ്പം 10ൽ 4 പൊരുത്തം മാച്ച് ആവുന്ന ഒരു കപ്പിളാണെങ്കിൽ അവർ ഒരു ഡിസാസ്റ്റർ ആണ്, അല്ലെങ്കിൽ അവരുടെ കല്യാണം കഴിയാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല. അവർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. ബിക്കോസ് ക്യാരക്ടറിസ്റ്റിക്സ് അവരുടെ സെയിം അല്ല, ഇല്ലെങ്കിൽ മാച്ച് ആവുന്നില്ല. അപ്പം ഭയങ്കര ഓപ്പോസിറ്റ് ഒക്കെ ആണെങ്കിൽ ഇൻ ജനറൽ ഒരു ഹാപ്പി മാരേജ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഈ 2 ജാതകം എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പം പക്ഷേ 10ൽ 10 പൊരുത്തമുള്ള ഒരു കപ്പിളും ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കും, ഇല്ലെങ്കിൽ ഒരു ഡിവോഴ്സും ഒന്നും ഇല്ലാണ്ട് എപ്പോഴും ജീവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. ബിക്കോസ് 10ൽ 10 പൊരുത്തമാണെങ്കിലും ബോറിംഗ് ആയിപ്പോകും. എപ്പോഴും എവറിത്തിങ് ഈസ് മാച്ചിങ്. ഒരു ഡിബേറ്റ്, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കോൺവെർസേഷനും ചെയ്യാനുള്ള ടോപ്പിക്കില്ല. അപ്പം ബേസിക്കലി പൊരുത്തം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വാസ് ഒരു കമ്പാറ്റബിലിറ്റി ടെസ്റ്റ്. പക്ഷേ കുറേ കാലം മുന്നേ, ഇപ്പം ടെക്നോളജിയൊക്കെ വന്നു, ആ ഒരു കാലത്ത് ജ്യോത്സ്യന്മാർക്ക് ഒരാളുടെ നക്ഷത്രം നോക്കിയിട്ട് മാത്രമാണ് ഈ അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലെവൽ ഓഫ് ടെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പം ഇപ്പോഴും നമുക്ക് വിശ്വസിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അഗൈൻ ഡിബേറ്റബിൾ ആണ്. ഇതൊക്കെ നമുക്ക് ഫിസിക്കലി ഒരാളുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇപ്പം ബർത്ത് ചാർട്ട് അല്ലെങ്കിൽ ജാതകത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർ പോലും ഇതിലെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അവർ എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാറ്റബിൾ ആണെന്ന്. അപ്പം നിങ്ങൾ പൊരുത്തത്തിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇതൊരു എന്താ പറയുക, സൂപ്പർസ്റ്റിഷനാണ്, ഒരു അന്ധവിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്നതിനേക്കാളും മുന്നേ എന്താണ് പൊരുത്തം, എന്തൊക്കെയാണ് ഇതിൽ മാച്ച് ചെയ്യാൻ നോക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി മനസ്സിലാവും ഇതൊരു വാലിഡ് ആയിട്ടുള്ളൊരു ആയിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ചൊരു ഡിഫറെൻറ്റ് രീതിയിലായിരുന്നു. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇത് അറിയണം എന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ശരിക്കും ഇതിനൊക്കെ വലിയ സ്റ്റഡി ഉണ്ട് കേട്ടോ. ഇപ്പം ജ്യോത്സ്യന്മാർ എന്താ പറയുക, ഇവിടെ കോളേജും അവർക്ക് അങ്ങനെ ജ്യോത്സ്യ സെൻറ്റേഴ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ പോയിട്ട് കുറേ കാലത്തെ കോഴ്സാണ്, അവിടെ ഇരുന്ന് പഠിച്ചതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. അപ്പം ഇതെങ്ങനെ എനിക്ക് സിമ്പിൾ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും എന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ബ്രേക്ക് ഡൗൺ നമുക്ക് മോഡേൺ ലൈഫിൽ എങ്ങനെ ഇതിനെ മനസ്സിലാക്കാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിലുള്ള രാഹു കേതു വീഡിയോസ് കാണുക. അതല്ലാണ്ട് 7.5 ശനി എന്താണ്, ഇപ്പം നമ്മളെപ്പോഴും പേടിക്കും 7.5 ശനി,
വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് പേടിക്കാനുള്ള കാര്യമല്ല. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ടിൽ നെക്സ്റ്റ് ടൈം, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.